ഹായ് ഓൾ. കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്ത്യക്കാർക്ക് അഭിമാനകരമായൊരു ദിവസമായിരുന്നു. ചന്ദ്രനെ തൊടാനായി നമ്മൾ സ്വന്തം ചന്ദ്രയാൻ പുറപ്പെട്ടു. യെസ്, ചന്ദ്രയാൻ 3 ഇസ് ലോഞ്ച്. 0 plus 5 seconds. Lift off normal. Here we have a majestic lift-off of LVM-3 M4 rocket carrying India's prestigious Chandrayaan 3 spacecraft. P2 tracking. प्रज्वलन और सफलतापूर्ण उत्थापन LVM-3 M4 ചന്ദ്രനിൽ എത്തിപ്പെടാനും അതിനെ അടുത്തറിയാനുമുള്ള ശ്രമങ്ങൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഇതിൽ ഇന്ത്യ നടത്തിയ 2 ഇമ്പോർട്ടന്റ് മിഷൻസ് ആണ് ചന്ദ്രയാൻ 1 ആൻഡ് ചന്ദ്രയാൻ 2. ചന്ദ്രയാൻ 1 ജലത്തിന്റെ സാന്നിധ്യം ചന്ദ്രനിലും ജീവന്റെ കണികകൾ ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നു. സോ ദ സക്സസ് ഓഫ് ചന്ദ്രയാൻ 1 ഹാഡ് ബിക്കം ആൻ ഇൻസ്പിറേഷൻ ഫോർ ദി ലോഞ്ച് ഓഫ് ചന്ദ്രയാൻ 2. അങ്ങനെ 2019 ജൂലൈ 22 ചന്ദ്രയാൻ 2 പുറപ്പെട്ടു. ചന്ദ്രനിലുള്ള ഹീലിയം 3 എന്ന മൂലകത്തെ കുറിച്ചും പഠിക്കണം എന്നായിരുന്നു ലക്ഷ്യം. ഹീലിയം 3 ന്യൂക്ലിയർ റിയാക്ടറുകളിലും അതേപോലെ ഇൻഡസ്ട്രിയൽ സെക്ടറിലൊക്കെ വളരെ പ്രാധാന്യമുള്ള ഒരു മൂലകമാണ്. ചന്ദ്രയാൻ 2ന്റെ ലാൻഡറിൽ ഡിഫക്റ്റ് വന്നെങ്കിലും അതിന്റെ ലൂണാർ ഓർബിറ്റർ ഇപ്പോഴും സജീവമാണ്. അതിന്റെ ലൂണാർ ഓർബിറ്റർ ഇപ്പോഴും നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയ ഡാറ്റാസ് ഇന്നും നൽകിക്കൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് ചന്ദ്രയാൻ 3യിലേക്ക് കടക്കാം. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ചന്ദ്രയാൻ 3. ആന്ധ്രാപ്രദേശിൽ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും നമ്മുടെ അഭിമാനമായി ചന്ദ്രയാൻ 3 ഇന്നലെ ലോഞ്ച് ചെയ്തിരിക്കുന്നു. ഇന്ത്യൻ ബാഹുബലി എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയുടെ സ്വന്തം റോക്കറ്റ് GSLV മാർക്ക് 3യിലാണ് ചന്ദ്രയാൻ 3യുടെ പ്രയാണം. The main intention of Chandrayaan 3 is to have a soft landing on the surface of moon and to collect certain important data using rover and other payloads. The important data include the study of soil, temperature, exoplanets, chemical elements, spectrum and many other possibilities. നമുക്കറിയാം ചന്ദ്രയാൻ 2ൽ അതിന്റെ മെയിൻ ഡ്രോബാക്ക് എന്ന് പറയുന്നത് അതിന്റെ ലാൻഡിങ്ങിലായിരുന്നു. അപ്പോ ഇപ്രാവശ്യം ചന്ദ്രയാൻ 3ൽ വളരെയധികം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയിട്ടുള്ളതെന്ന്. ഏറ്റവും പ്രധാനം ഇതിൽ ഘടിപ്പിച്ചിട്ടുള്ള LDV സെൻസേഴ്സ് ആണ്. LDV സെൻസേഴ്സ് ഒരു സ്ഥലത്തിന്റെ അനുയോജ്യത മനസ്സിലാക്കുന്നു. അതോടൊപ്പം ലാൻഡിംഗ് സുരക്ഷിതമാക്കാനായി ലാൻഡിംഗ് മൊഡ്യൂൾസ് ഘടിപ്പിച്ചിട്ടുണ്ട്. ഈ ലാൻഡിംഗ് മൊഡ്യൂൾസ് എന്ന് പറയുന്നത് വളരെ മികച്ച രീതിയിലുള്ള അഡ്വാൻസ് ടെക്നോളജിയാണ്. കൂടാതെ ലാൻഡിംഗ് സമയത്ത് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ഭാഗത്തും ക്യാമറാസും അതേപോലെ സെൻസേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ചന്ദ്രയാൻ 3 സോളാർ എനർജിയിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പല ഭാഗത്തും വലിപ്പമേറിയ സോളാർ പാനൽസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഓൾസോ മോസ്റ്റ് അഡ്വാൻസ് സോഫ്റ്റ്വെയർസ് ആൻഡ് എഫക്റ്റീവ് അൽഗോറിതംസ് ആർ യൂസ്ഡ് ഫോർ പ്രോഗ്രാമിംഗ് ഇൻ ചന്ദ്രയാൻ 3. ഏകദേശം 650 കോടി ചിലവ് വരുന്ന ഈ ഒരു ദൗത്യം വിജയിച്ചാൽ ഈ നേട്ടം കൈവരിക്കുന്ന 4ാമത്തെ രാജ്യം നമ്മുടെ ഭാരതമായി മാറും. നമ്മുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കാൻ ചന്ദ്രയാൻ 3 കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ലെറ്റ്സ് വെയിറ്റ് ഫോർ ദാറ്റ് പോസിറ്റീവ് ന്യൂസ് ആൻഡ് ഫോർ ദാറ്റ് പ്രൗഡ് മൊമെന്റ്. ജയ് ഹിന്ദ്.